ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ EVSൻ്റെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതിയ സിലബസ് പ്രകാരമുള്ള കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി 1, ഗുഡ്നെസ് ഓഫ് ക്ലീൻനെസ്. Question A. Anu and her friends are preparing a chart on personal hygiene for school science fair. ഇപ്പോൾ പേഴ്സണൽ ഹൈജീന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണ് അനും അവരുടെ കൂട്ടുകാരും. കംപ്ലീറ്റ് ദി ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻസ്. നിങ്ങളുടെ സജഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഗുഡ്നെസ് ഓഫ് ക്ലീൻനെസ്. ഇപ്പോൾ ക്ലീൻനെസ്സിനെ കുറിച്ചിട്ടില്ലേ, വൃത്തി ശുചിത്വം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് അല്ലേ. ബിഫോർ ഫുഡ് കഴിക്കുന്നതിൻ്റെ ബിഫോർ ആയിട്ടും ആഫ്റ്ററും അല്ലേ, ശേഷവും. മുന്നേയും ശേഷം എന്താണ്, നല്ലതുപോലെ കൈ കഴുകണം അല്ലേ. വാഷ് യുവർ ഹാൻഡ്സ്. ക്ലീൻലിനെസ്സിലെ വൃത്തി. പിന്നെ എന്തൊക്കെ നിങ്ങൾ ചെയ്യാറ്? ടേക്ക് ബാത്ത് എവറി ഡേ അല്ലേ, എല്ലാ ദിവസവും കുളിക്കണം അല്ലേ. ടേക്ക് ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും ബാത്ത് ചെയ്യണം, കുളിക്കണം. വിയർ ക്ലീൻ ഡ്രസ്സിൽ അല്ലേ, വിയർ ക്ലീൻ ക്ലോത്ത്സിൽ, നല്ല വൃത്തിയുള്ള ഡ്രസ്സുകൾ ധരിക്കണം. കട്ട് യുവർ നെയിൽസിൽ, നിങ്ങളുടെ നഖങ്ങൾ നന്നായിട്ട് മുറിക്കണം അല്ലേ. കട്ട് യുവർ നെയിൽസ് ഡീപ്പ് ആൻഡ് ക്ലീൻ അല്ല, ക്ലീൻ ആയിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ കട്ട് യുവർ നെയിൽസ്. അങ്ങനെ നിങ്ങളുടെ വൃത്തിയുമായി ബന്ധപ്പെട്ടല്ലേ ക്ലീൻലിനെസ്സിലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് താഴെ കിഡ്സ് പാർക്ക് തന്നിട്ടുണ്ട്. അതിൽ ടൈമില്ലേ, ഓപ്പണിംഗ് ടൈം 10 AM to 5 PM. ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ എന്താണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. ബോർഡ് നിങ്ങൾ കണ്ടില്ലേ പാർട്ടിക്കിലൊക്കെ അല്ലേ. ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യരുതില്ലേ. ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇപ്പോൾ ഇതിലെന്താണ്, ബി ക്വസ്റ്റ്യൻ. ഡിഡ് യു നോട്ടീസ് ദി ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പാർക്ക്. പാർക്കിൻ്റെ മുന്നിലുള്ള ബോർഡ് നോട്ടീസ് ചെയ്തില്ലേ. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓർ ത്രോൺ എവേ. വൈ. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താണ്, ബേൺ ചെയ്യുകയും വലിച്ചെറിയുകയും ചെയ്യരുത്. എന്തുകൊണ്ട്? വൈ. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ എന്താണ്, ഈ വലിച്ചെറിഞ്ഞ ഭാഗത്ത് കാലാകാലം അതൊന്നും സംഭവിക്കാതെ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അത് മണ്ണിന് ദോഷമാണ്, ആനിമൽസിന് ദോഷമാണ്, നമുക്ക് ദോഷമാണ് അല്ലേ. ഒക്കെ എന്താണ്, സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നു അല്ലേ, മണ്ണിന് കേടാണ്, എല്ലാവർക്കും കേടാണ് അല്ലേ. പ്ലാസ്റ്റിക് അങ്ങനെ തന്നെ കിടക്കില്ലേ, ഒന്നും സംഭവിക്കില്ല. ഇനി പ്ലാസ്റ്റിക് കത്തിക്കുകയാണെങ്കിലോ, ബേണിംഗ് പ്ലാസ്റ്റിക് ക്രിയേറ്റ് ഡേർട്ടി സ്മോക്ക് അല്ലേ. അതിനൊരു ഡേർട്ടി ആയിട്ടുള്ള സ്മോക്ക്, അത് നമ്മൾ ശ്വസിച്ചാൽ നമുക്കും ആനിമൽസിനും എല്ലാവർക്കും കേടാണ് അല്ലേ. അപ്പോൾ ബേണിംഗ് പ്ലാസ്റ്റിക് ക്രിയേറ്റ് ഡേർട്ടി സ്മോക്ക് അല്ലേ. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡേർട്ടി സ്മോക്ക് ഉണ്ടാവുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ത്രോയിങ് പ്ലാസ്റ്റിക് ഓൺ ദി ഗ്രൗണ്ട് ഹാംസ് ആനിമൽസിലെ. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ആനിമൽസിന് ദോഷകരമാണ്. അതുപോലെ പ്ലാസ്റ്റിക് ഡസ് നോട്ട് റോട്ട് ഈസിലി. പ്ലാസ്റ്റിക് എന്താണ്, റോട്ട് ചെയ്യില്ല അല്ലേ, പെട്ടെന്ന് വിഘടിക്കില്ല, ഡീഗ്രേഡ് ചെയ്യില്ല. ഡസ് നോട്ട് ഡീഗ്രേഡ് എന്ന് എഴുതിയാലും മതി. പൊല്യൂട്ട് ദി സോയിൽ, സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നു, മലിനമാക്കുന്നു അല്ലേ, മലിനമാക്കുന്നു. അതുകൊണ്ട് നമ്മളെന്താണ്, വലിച്ചെറിയാനും പാടില്ല, കത്തിക്കാനും പാടില്ല. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോ. മോസ്കിറ്റോ, കൊതുക് പരത്തുന്ന ഡിസീസ് ഇതിലേതാണ്? എലിഫന്തിയാസിസ് അല്ലേ, മന്ദരോഗമാണ്. ഓപ്ഷൻ സി, എലിഫന്തിയാസിസ് ആണ് കൊതുക് പരത്തുന്ന, മോസ്കിറ്റോ പരത്തുന്ന രോഗം, ഡിസീസ്. മോസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് എലിഫന്തിയാസിസ്, മന്ദരോഗം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, സോയിൽ കൺസർവേഷൻ. ഐ ആം ആൾവേസ് ഇൻ ദി സോയിൽ. ഞാൻ എന്താണ്, എപ്പോഴും മണ്ണിലാണ്. മണ്ണിലല്ലേ, എർത്ത് പറയുന്നത്. ഐ ആം ആൾവേസ് ഇൻ ദി സോയിൽ, ഞാൻ എപ്പോഴും മണ്ണിലാണ്. ക്വസ്റ്റ്യൻ എ. ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദി എർത്ത് വേം സെഡ്. എർത്ത് വേം പറഞ്ഞത് നിങ്ങൾ നോട്ടീസ് ചെയ്തോ? നോട്ട് ഓൺലി എർത്ത് വേംസ് ബട്ട് ആൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദി സോയിൽ അല്ലേ. നോട്ട് ഓൺലി എർത്ത് വേംസിന് എന്താണ്, ബെനിഫിറ്റ് ഉണ്ട് അല്ലേ, മണ്ണിലാണ് അതിൻ്റെ വാസസ്ഥലം അല്ലേ. അവർക്ക് മാത്രമല്ല, നമ്മൾ ഹ്യൂമൻസിനും ബാക്കിയുള്ള ക്രിയേച്ചേഴ്സിനും ഒക്കെ മണ്ണിൽ നിന്നും ബെനിഫിറ്റ് ഇല്ലേ, ഗുണം ലഭിക്കുന്നുണ്ട്. വാട്ട് ആർ ദോസ് ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ്? ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രിയേച്ചേഴ്സ് ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്താം, സോയിൽ ഹെൽപ്പ് പ്ലാന്റ്സ് ടു ഗ്രോ. പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാനും വളരാൻ വേണ്ടിയിട്ട് സോയിൽ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. മണ്ണിലല്ലേ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് അല്ലേ. ആ മണ്ണാണ് പ്ലാന്റ്സിനെ വളരാൻ വേണ്ടി. നല്ല മണ്ണാണെങ്കിൽ പെട്ടെന്ന് വളരും ഇല്ലേ. സോയിൽ ഹെൽപ്സ് പ്ലാന്റ്സ് ടു ഗ്രോ, പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സോയിൽ ഹോൾഡ്സ് വാട്ടർ അല്ലേ, വാട്ടർ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അല്ലേ. മണ്ണിൽ വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആരാണ്? സോയിലാണ്, മണ്ണാണ് അല്ലേ. സോയിൽ ഹോൾഡ്സ് വാട്ടർ, അങ്ങനെ പ്ലാന്റ്സിന് എന്താണ്, വളരാൻ കഴിയുന്നു. സോയിൽ ഗീവ്സ് അസ് ഫുഡ് അല്ലേ, സോയിൽ നമുക്ക് ഫുഡ് തരുന്നു അല്ലേ. അതിലാണ് പ്ലാന്റ്സ് ഉണ്ടായിട്ട് ഫുഡ് ഉണ്ടാവുന്നത്. ഇതൊക്കെ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് ഇതിലെ ബി ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. സോയിൽ കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ഇപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കോഡ്സ് വേണം. എന്നിട്ട് എന്താണ്, നല്ല മനോഹരമായിട്ടുള്ള പിക്ചറൊക്കെ വരക്കണം. ഓക്കെ, കോട്ട് ചെയ്യാൻ തരാം. റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസേർവ് ദി സോയിൽ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക അല്ലെ, റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ആൻഡ് കൺസേർവ് ദി സോയിലെ, സോയിലിനെ കൺസേർവ് ചെയ്യുക, മണ്ണിനെ സംരക്ഷിക്കുക അല്ലേ. സോയിലിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണല്ലേ. മണ്ണിനെ രക്ഷിക്കാൻ തന്നെ, മണ്ണ് പൊല്യൂട്ടാവുന്നത് എങ്ങനെയാണ്, പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക പ്ലാസ്റ്റിക്. അങ്ങനെയല്ലേ മണ്ണിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ. റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസേർവ് ദി സോയിൽ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കൂ, മണ്ണിനെ രക്ഷിക്കൂ.
നെക്സ്റ്റ് മൂന്നാമത്തെ ആക്ടിവിറ്റി 3 വെറൈറ്റീസ് ഓഫ് ഫുഡിൻ്റെ വെറൈറ്റീസ് തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി ടേബിൾ ബേസ്ഡ് ഓൺ ദി ഫുഡ് ഐറ്റംസ് ഗിവൺ എബോ. മുകളിൽ തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ ബേസ് ചെയ്തിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം അല്ലേ, അത് ഇതിൽ എഴുതുക. നെക്സ്റ്റ് ഇന്ന് മാംഗോ അറിയുന്ന ഫ്രൂട്ടാണ്, അപ്പോൾ ഫ്രൂട്ട് എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക. ഫ്രൂട്ട്സ് എന്നിട്ട് ഇതിൽ എഴുതുക. സെറീൽസ് ഈ കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ബംഗാൾ ഗ്രാം എന്താണ്, പൾസസ് ആണല്ലേ. ബംഗാൾ ഗ്രാം കോണൊക്കെ പൾസസ് ആണ്, അപ്പോൾ പൾസസ് ഹെഡ്ലൈൻ കൊടുത്തിട്ട് അത് എഴുതുക. വെജിറ്റബിൾസ് ഇതിൽ ഏതൊക്കെയുള്ളത് അല്ലേ, ബീൻസ് ഉണ്ട്, മുരിങ്ങ ലീഫ് ഉണ്ട് അല്ലേ, മുരിങ്ങൻ്റെ ഇലയുണ്ട്, പംകിൻ മത്തനുണ്ട്. അപ്പോൾ അത് മൂന്നും എന്താണ്, വെജിറ്റബിൾസ് ആണ്. അപ്പോൾ വെജിറ്റബിൾ പംകിൻ, മുരിങ്ങ ലീഫ്, ബീൻസ് ഇതൊക്കെ എന്താണ്, വെജിറ്റബിൾസ് ആണ്. നെക്സ്റ്റ് മാംഗോ എന്താണ്, ഫ്രൂട്ടാണല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് എന്തൊക്കെ എഴുതാം നമുക്ക്, ഫ്രൂട്ട്സിൽ മാംഗോ ഉണ്ട്, ദെൻ പപ്പായ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട് അല്ലേ. മാംഗോ ഉണ്ട്, ദെൻ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, പപ്പായ ഉണ്ട്. ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സിന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് ഇവിടെ എഴുതുക. ഇപ്പോൾ സെറീൽസ് എന്തൊക്കെയാണ്, വീറ്റിലെ ഗോതമ്പ്, റൈസ് അതൊക്കെയാണ് സെറീൽസ് എന്ന് പറയുന്നത്. അരി, ഗോതമ്പ് അതൊക്കെയാണ് സെറീൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, പൾസസ് അല്ലേ, പൾസസ് ആണ്. ബംഗാൾ ഗ്രാം പൾസാണ്. അതുപോലെ കോൺ എന്താണ്, പൾസസ് ആണ് അല്ലേ. കോൺ ചോളം പൾസസ് ആണ്. അതുപോലെ ബംഗാൾ ഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്, അത് രണ്ടും എന്താണ്, പൾസസ് ആണ്. കോണും ബംഗാൾ ഗ്രാമും പൾസസ് ആണ്. നെക്സ്റ്റ് ട്യൂബേഴ്സിലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, ടാപ്പിയോക്ക, അതുപോലെ യാമ് ഇതൊക്കെയാണ് ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. ടാപ്പിയോക്ക, യാമ് അല്ലേ. നെക്സ്റ്റ് ഫുഡ് ഫ്രം ആനിമൽസ് നിന്ന് കിട്ടുന്ന ഫുഡ്സ് ഏതൊക്കെയാണ്, മിൽക്ക്, എഗ്ഗ് അല്ലേ. എഗ്ഗും മിൽക്കൊക്കെ നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോ കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വെജിറ്റബിൾസ് ഗ്രീൻ കളറിൽ, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അറിയാം അതൊക്കെ ഇല്ലേ. സെറീൽസ് ഏതൊക്കെയാണ്, വീറ്റ് ഓക്കെ. ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, റെഡ് കളറിൽ ടാപ്പിയോക്ക, യാമ്. ഫുഡ് ഫ്രം ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എഗ്ഗും മിൽക്കും. അപ്പോൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലാക്കി. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. 1 2 3 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ടാണ്. 1 and 2 ആണോ കറക്റ്റ്, 2 ഉം 4 ആണോ, 3 ഉം 2 ആണോ അല്ല, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്. ഫസ്റ്റ് വൺ, വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലത്തെ ഫുഡ് കഴിക്കണം, സെയിം കൈൻഡ് ഫുഡ് കഴിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ തെറ്റാണ്. സെക്കൻഡ് വൺ, വി ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. ശരിയാണ്, 8 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കണം. തേർഡ്, ഈറ്റിംഗ് ലോട്ട് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. നല്ലോണം ഓയിലുള്ള ഫുഡ് ഹെൽത്തിന് ഗുഡാണോ, അല്ല, ബാഡാണല്ലേ. ഇത് ബാഡ് ഫുഡാണ്, ജങ്ക് ഫുഡാണ്. ഓയിലി ഫുഡ് എന്ന് പറയുന്നത് ഗുഡല്ല. അപ്പോൾ അത് തെറ്റാണ്. ഫോർത്ത് വൺ, ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. അവിടെ എന്താണ്, കുക്ക്ഡ് ഫുഡും ഉണ്ട്, അൺകുക്കായിട്ടുള്ള ഫുഡും ഉണ്ട് അല്ലേ. കുക്ക്ഡ് ഫുഡ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഫുഡുകൾ, അൺകുക്കായിട്ടുള്ളത് സലാഡ് അല്ലേ, അതുപോലെ ബനാന ഫ്രൂട്ട്സ് അല്ലേ, തൈര് അല്ലേ, കേട്, അതൊക്കെ അൺകുക്ക്ഡ് ഫുഡാണ്. കുക്ക്ഡും ഉണ്ട്, കുക്ക് ചെയ്യാതെ കഴിക്കുന്ന ഫുഡുകളുണ്ട്. അപ്പോൾ 2 ഉം 4 എന്താണ്, ശരിയാണ്. ആ ഓപ്ഷൻ ഏതാണ്, 2 and 4, ഓപ്ഷൻ ബി അല്ലേ. 2 ഉം 4 ഉം ശരിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. നമുക്കെന്താണ്, ഗുഡ് ഫുഡ് കഴിക്കാം. പുട്ടു, കടല, കറി, സലാഡ്, മിൽക്ക്, പൊറാട്ട, ഫ്രൈഡ് ചിക്കൻ. ഇതെന്താണ്, ജങ്ക് ഫുഡാണ്. ഇതെന്താണ്, ഹെൽത്തി ഫുഡാണല്ലേ. പുട്ട്, കടല, കറി, സലാഡ്, മിൽക്ക്. ഇപ്പോൾ ക്വസ്റ്റ്യനെ, അപ്പു ആൻഡ് ആകാശ ആർ ടാക്കിംഗ് അബൌട്ട് ദി ഫുഡ് ദേ എയ്റ്റ് ഇൻ ദി മോർണിംഗ്. അവർ മോർണിംഗിൽ കഴിച്ച ഫുഡാണ് അവർ പറഞ്ഞത്. കംപ്ലീറ്റ് ദി ടേബിൾ വിത്ത് ദി ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്. ഈ ഡിഷുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം, പുട്ടുണ്ടാക്കാൻ എന്തൊക്കെ വേണം, ഫുഡ് ഐറ്റംസ്, കടലക്കറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. പുട്ടുണ്ടാക്കാൻ എന്തൊക്കെ വേണം, അരിപ്പൊടി വേണം അല്ലേ, പുട്ടുപൊടി വേണം, റൈസ് ഫ്ലോർ വേണം അല്ലേ, അരിയുടെ പൊടി റൈസ് ഫ്ലോർ വേണം. പിന്നെ തേങ്ങ ഇടും, ഇടയിലില്ലേ തേങ്ങ ഇടും, അതായത് കോക്കനറ്റ് വേണം, വെള്ളം വേണം, വാട്ടർ വേണം, സാൾട്ട് വേണം, ഉപ്പ് വേണം അല്ലേ. ഫുഡ് ഐറ്റംസ് നീഡല്ലേ, എന്തൊക്കെ ആവശ്യമുണ്ട്. ഇനി കടലക്കറി ഉണ്ടാക്കാൻ കടല വേണം, അതായത് ബംഗാൾ ഗ്രാം വേണം, ദെൻ ഒനിയൻ വേണം, ടൊമാറ്റോ വേണം, കോക്കനറ്റ് വേണം, സ്പൈസസ് ഇല്ലേ, പൊടികളൊക്കെ വേണം അല്ലേ, ഉപ്പ് അങ്ങനത്തെ എല്ലാ പൊടികളും, മുളക് പൊടി അങ്ങനത്തെ സ്പൈസസ് എന്ന് എഴുതാം അല്ലേ. കോക്കനറ്റ് തേങ്ങ വേണം, ടൊമാറ്റോ വേണം, ഒനിയൻ വേണം അല്ലേ. നമ്മൾ കറി ഉണ്ടാക്കാൻ എന്തായാലും ഒനിയനും ടൊമാറ്റോ ഒക്കെ വേണം അല്ലേ, കടലക്കറി ഉണ്ടാക്കാനാണ്. ദെൻ സലാഡ് ഉണ്ടാക്കാൻ എന്താണ്, വെജിറ്റബിൾസിലെ കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, സാൾട്ട് ലെമണും ഇട്ടിച്ചിട്ടാണ് സലാഡ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ വെജിറ്റബിൾസ് സലാഡ് ഉണ്ടാക്കാൻ എടുക്കാം, അതൊക്കെ എടുക്കാം അല്ലേ. കാബേജ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, സലാഡിൽ അതൊക്കെ ഇതാ. ദെൻ പൊറോട്ട ഉണ്ടാക്കാൻ എന്താ വേണ്ടത്, മൈദ അല്ലേ, മൈദനോടാണ് ഉണ്ടാക്കുന്നത്. മൈദ, വാട്ടർ, സാൾട്ട്, ഓയിലില്ലേ, ഉപ്പും വെള്ളവും ഓയിലും മൈദയൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ എന്താ വേണ്ടി, പൊരിച്ച നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ വേണം, ഫ്ലോർ വേണം, സ്പൈസസിലെ പൊടികൾ വേണം, ഓയിൽ വേണം പൊരിക്കാൻ വേണ്ടി, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നിനും എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് എന്നാണ് എഴുതേണ്ടത്.
നെക്സ്റ്റ് ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹൂ ഈറ്റ്സ് ദി ഹെൽത്തി ഫുഡ്? ആരാണ് ഹെൽത്തി ഫുഡ് കഴിച്ചത്? അപ്പു ആണോ ആകാശാണോ? അപ്പു ഓർ ആകാശ്? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ എഴുതുക. ആരാണ്? അപ്പു ആണല്ലേ പുട്ടും കടലയൊക്കെ തിന്നത്, അതല്ലേ ഹെൽത്തി ഫുഡ്? പൊറാട്ട ജങ്ക് ഫുഡാണ് അല്ലേ? അപ്പോൾ അപ്പു ഈറ്റ്സ് ഹെൽത്തി ഫുഡ് ബിക്കോസ് ഹി ഈറ്റ്സ് പുട്ട്, കടലക്കറി, സലാഡ് ആൻഡ് മിൽക്ക് അല്ലേ? ബിക്കോസ് കാരണം എന്താണ്? അവൻ തിന്നത് എന്താണ്? ഹി ഈറ്റ് പുട്ട്, കടലക്കറി, സലാഡ്, മിൽക്ക്. ഇതൊക്കെയാണ് അവൻ കഴിച്ചത്. അപ്പോൾ അപ്പു ആണ് ഹെൽത്തി ഫുഡ് കഴിച്ചത്. ദീസ് ആർ ഹെൽത്തി ഫുഡ്. ഇതൊക്കെയാണ് ഹെൽത്തി ഫുഡ് ബിക്കോസ് കാരണം എന്താണ്? ദേ ഗീവ് അസ് എനർജി, പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മേക്ക് അവർ ബോഡി സ്ട്രോങ് അല്ലേ? അതെന്തൊക്കെ തരുന്നു? എനർജി തരുന്നു, പ്രോട്ടീൻ തരുന്നു, വൈറ്റമിൻസ് തരുന്നു, ആൻഡ് മേക്ക് അവർ ബോഡി സ്ട്രോങ്. നമ്മുടെ ബോഡി എന്താണ്? സ്ട്രോങ് ആക്കുന്നു അല്ലേ? ജങ്ക് ഫുഡ് എന്താണ്? നമ്മുടെ ബോഡി എന്താണ്? വീക്കാക്കുക ചെയ്യുക. അതുപോലെ പ്രോട്ടീനും വിറ്റമിൻസും ഒന്നും തരുന്നില്ല. അപ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് അപ്പുവാണ്. അതാണ് നമുക്ക് പ്രോട്ടീനും വൈറ്റമിൻസും എനർജി ഇല്ല, നല്ല ആരോഗ്യ, എനർജി, ഉന്മേഷമൊക്കെ തരുന്നത് ഹെൽത്തി ഫുഡ്സ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ക്ലീൻ സറൗണ്ടിങ്സ്. ക്ലീൻ ആയിട്ടുള്ള ചുറ്റുപാട്, സറൗണ്ടിങ്സ്. ബിലോ ആർ ദി പിക്ചേഴ്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ പിക്ചേഴ്സാണ്. കളക്റ്റഡ് ബൈ ചിൽഡ്രൻ വൈൽ ക്ലീനിങ് ദി സ്കൂൾ സറൗണ്ടിങ്സ് ഓൺ ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിക്ക് സ്കൂൾ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് താഴെയുള്ളത്. ഓരോന്നെന്താണ്? ക്വസ്റ്റ്യൻ എ, ലേബൽ ദി ബിൻസ് ആൻഡ് സോർട്ട് ദി വേസ്റ്റ് മെറ്റീരിയൽ സ്യൂട്ടബിളി. അപ്പോൾ ഓരോ ബിൻസിനും ലേബലിൽ എന്ത് ഓർഗാനിക് വേസ്റ്റ് ആണോ, ഇനോർഗാനിക് ആണോ, ഹസാർഡസ് ആണോ, ഹെഡ്ലൈൻ കൊടുത്തിട്ട് ഓരോന്നും അതിൻ്റേതായ ബിന്നിൽ നമ്മൾ ഇടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കെന്താണ്? ഓർഗാനിക് വേസ്റ്റ് അല്ലേ, അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് അല്ലേ, മണ്ണിൽ വിഘടിക്കുന്ന, ലയിക്കുന്ന വേസ്റ്റാണ് ഓർഗാനിക് വേസ്റ്റ്. അതെന്തൊക്കെയാണ്? ഫുഡ് ഐറ്റംസ് ഒക്കെ അല്ലേ, ബനാന പീല്, അതുപോലെ എന്താണ് ഫുഡ് വേസ്റ്റ് അല്ലേ, ഫുഡ് വേസ്റ്റ് ഉണ്ട് ഇവിടെ. അതൊക്കെയാണ് എന്ത്? നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഓർഗാനിക്. ബനാന പീല്, ഫുഡ് വേസ്റ്റ്. ബനാന പീലും ഫുഡിൻ്റെ വേസ്റ്റും ഒക്കെ എന്താണ്? മണ്ണിൽ വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു പോകുന്നത്. അതാണ് ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇനോർഗാനിക് അല്ലേ, മണ്ണിൽ വിഘടിക്കാത്ത, ഡീഗ്രേഡ് ചെയ്യാത്തത്, നോൺ ഡീഗ്രേഡ്. അതായത് പ്ലാസ്റ്റിക് അതുപോലെ കിടക്കില്ല, ഡീഗ്രേഡ് ചെയ്യില്ല, നോൺ ഡീഗ്രേഡബിൾ ആണ്. അതാണ് ഇൻഓർഗാനിക്. ഇനോർഗാനിക് ആണ്, ഓർഗാനിക് അല്ല അല്ലേ. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് കവേഴ്സ്, അതുപോലെ എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ. ഇതൊക്കെ എന്താണ്? ഇനോർഗാനിക് വേസ്റ്റ് ആണല്ലേ, വിഘടിക്കാത്ത വേസ്റ്റാണ്. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇതിലെഴുതാം. നെക്സ്റ്റ് ഹസാർഡസ് വേസ്റ്റ് ഇല്ലേ, ഹസാർഡില്ലേ, ദോഷകരമായിട്ടില്ല, നമുക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ് എന്തൊക്കെയാണ്? ഡാമേജ്ഡ് ബാറ്ററീസിലെ, ബാറ്ററിയൊക്കെ ഹസാർഡസ് ആണ്. ഡാമേജ്ഡ് കീബോർഡ്, ഡാമേജ് ആയിട്ടുള്ള കീബോർഡ്, ഡാമേജ്ഡ് ബാറ്ററീസ്, ഇതൊക്കെ എന്താണ്? ഹസാർഡസിലെ, ഹസാർഡ് നമുക്ക് ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അതായത് ഡാമേജ് ആയിട്ടുള്ള ബാറ്ററി, ബാറ്ററീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഡാമേജ്ഡ് ആയിട്ടുള്ള കീബോർഡ്, ഇതൊക്കെ എന്താണ്? ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റാണ്. അപ്പോൾ അത് വേറെ ബോക്സിലിടണം, ഹസാർഡസിലേക്ക് ഇടുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. ക്ലീൻ സറൗണ്ടിങ്സിനെ ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ടിക്ക്. നല്ല വൃത്തിയുള്ള പ്രദേശം. വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്. വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്, അതെന്താണ്? ക്ലീൻ സറൗണ്ടിങ്സ് ആയിട്ട് ബേസ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്. വേസ്റ്റ് വാട്ടർ എന്താണ്? അക്യുമുലേറ്റ് ചെയ്ത് കെട്ടി കിടക്കുന്നുണ്ട്. അതെന്താണ്? ക്ലീൻ സറൗണ്ടിങ് ആണോ? അല്ല. വേസ്റ്റ് വാട്ടർ ഉണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് സ്കാറ്റേർഡ് അറൗണ്ട് അല്ലേ, എല്ലായിടത്തും ചിന്നിച്ച് സ്കാറ്റർ ആയിട്ട് കിടക്കുന്നുണ്ട്. അതും എന്താണ്? ക്ലീൻ സറൗണ്ടിങ് അല്ല. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. വേസ്റ്റ് ഡിസ്പോസലൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും എന്താണ്? ക്ലീൻ സറൗണ്ടിങ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ക്ലീൻ സറൗണ്ടിങ്ങിന് മാച്ചായിട്ടുള്ളത്. ആക്ടിവിറ്റി 6, വാട്ടർ ആൻഡ് സോയിൽ. വെള്ളവും മണ്ണും അല്ലേ. കംപ്ലീറ്റ് ദി കൺസെപ്റ്റ് മാപ്പ് വിത്ത് ദി യൂസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്തിനൊക്കെയാണ് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്, വെള്ളം ഉപയോഗിക്കുന്നത്? ആനിമൽസ് ബാത്ത് ഇൻ വാട്ടർ. ആനിമൽസ് വെള്ളത്തിലാണ് കുളിക്കുന്നത്, ബാത്ത് ചെയ്യുന്നത്. നമ്മൾ ഡ്രിങ്ക് ചെയ്യാൻ, കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഡ്രിങ്കിങ്. ഫുഡ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല വെള്ളം, കുക്കിംഗ് ഫുഡ്. വാഷിംഗ് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ, തിരുമ്പാൻ വേണ്ടിയിട്ട്. ബാത്തിങ്, കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ യൂസ് വാട്ടറിനുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബി ക്വസ്റ്റ്യൻ, ഡിഷ കളക്റ്റഡ് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ ഫ്രം ഹെർ ഗാർഡൻ. ഡിഷ് എന്താണ്? അവളുടെ ഗാർഡനിൽ നിന്നും, പൂന്തോട്ടത്തിൽ നിന്നും കുറച്ച് ഡ്രൈഡ് ക്ലംസ്, സോയിലിൻ്റെ കട്ടകൾ, ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ കട്ടകൾ എടുത്തു. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷീ പുട്ട് ഇൻ ഗ്ലാസ് ഓഫ് വാട്ടർ. വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ഇട്ടപ്പോൾ, ആ മണ്ണിൻ്റെ കട്ട ഇട്ടപ്പോൾ എന്താണ്? ബബിൾസ് വന്നു, കുമിളകൾ വന്നു. വൈ? എന്തുകൊണ്ട്? ബബിൾസ് കെയിം ഔട്ട് ബിക്കോസ് എയർ വാസ് ട്രാപ്ഡ് ഇൻസൈഡ് ദി സോയിൽ. ബബിൾസ് എന്തുകൊണ്ടാണ് വന്നത്? എയർ എന്താണ്? ആ ട്രാപ്ഡ്, ആ സോയിലിൽ, മണ്ണിൽ ട്രാപ്പ് ചെയ്തിരുന്നു, കുടുങ്ങി നിന്നിരുന്നു. അതുകൊണ്ടാണ് ബബിൾസ് വന്നത്. ബബിൾസ് കെയിം ഔട്ട്, ബബിൾസ് വന്നത് ബിക്കോസ്, കാരണം എയർ വാസ് ട്രാപ്ഡ് ഇൻസൈഡ് ദി സോയിൽ. എയർ എന്താണ്? മണ്ണിൻ്റെ ഉള്ളിൽ ട്രാപ്പായി നിന്നിരുന്നു. എയർ വാസ് ട്രാപ്ഡ് ഇൻസൈഡ് ദി സോയിൽ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ബിലോ സോയിൽ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മോഡൽസ്.
മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് സോയിലാണ് ഉപയോഗിക്കാറ്? അല്ലെ ക്ലേ ഉപയോഗിച്ചിട്ടാണ് മോഡൽസ് ഉണ്ടാക്കാറ്. സാൻഡ് മണൽ ഉപയോഗിച്ചിട്ടാണോ? അല്ലെ ക്ലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡൽസ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ മറ്റുള്ള വിഷയങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 3 ക്രിസ്മസ് എക്സാം എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സബ്ജക്റ്റുകളും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.